ഇവിടെ തന്നെ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, ബഹുമാനപ്പെട്ട ബി ഗോപാലകൃഷ്ണൻ പറയുമ്പോൾ ശബരിമല വെച്ചിട്ട് പിണറായി വിജയനെതിരായിട്ട് ആണ് ജനങ്ങൾ എന്നൊക്കെ പറയുകയുണ്ടായി. അങ്ങനെ വ്യാഖ്യാനിക്കരുത് കേട്ടോ. ഞങ്ങൾക്ക് 2019 തെരഞ്ഞെടുപ്പിൽ നന്നായിട്ട് എതിരായിട്ട് വോട്ട് ചെയ്യപ്പെട്ടു. അതിൻ്റെ ഭാഗമായിട്ട് വോട്ട് ഏറ്റവും കുറഞ്ഞൊരു തെരഞ്ഞെടുപ്പാണ് 2019. ഞങ്ങളത് സമ്മതിച്ചല്ലോ, ജനങ്ങളെ ചെന്ന് കണ്ടല്ലോ, ജനങ്ങളോട് സംവദിച്ചല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകുന്നതുകൊണ്ടല്ലേ വോട്ട് ചെയ്യാൻ പോയത്, നിങ്ങളോട് പിണക്കമില്ല. അതുകൊണ്ടല്ലേ പിന്നീട് നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതേ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കേരള സർക്കാരിനെ ജനങ്ങൾ അംഗീകരിച്ചത്. നരേന്ദ്രമോദി ഉത്തരേന്ത്യയിൽ മുഞ്ഞുകുത്തി തീവ്രവർഗീയതയുടെ ഏറ്റവും തെറ്റായ വിഷലിപ്തമായ പ്രചരണങ്ങൾ നടത്തുകയും അതിൻ്റെ ഭാഗമായി പൂതനയുടെ രാക്ഷസീയ ഭാവത്തിലേക്ക് നരേന്ദ്രമോദി മാറുകയും ഒരു പ്രധാനമന്ത്രിയാണ് എന്നതുപോലും മറന്നിട്ട് ഒരിക്കലും പറയാനാവാത്ത പദപ്രയോഗങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയുമാണ്. ആ നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ട് ഇനിയും തരംഗമോ കേരളത്തിൽ? അത് അത്ഭുതകരമാണ്, അത്ഭുതകരമായ നിരീക്ഷണമാണ്. ഇനി കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞൊരു കാര്യത്തോട് മറുപടി പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾക്കെന്തോ ചിഹ്നം പോകുമെന്ന് മറ്റോ അദ്ദേഹം പറഞ്ഞു. നിങ്ങൾക്ക് ചിഹ്നം ഉണ്ടായിട്ടെന്താ സ്ഥാനാർത്ഥി ഇല്ലാതെ പോയത്? നിങ്ങൾക്ക് ചിഹ്നമുണ്ടായിട്ട് സ്ഥാനാർത്ഥി ഇല്ലാത്ത സൂറത്തിനെ കുറിച്ച് എന്ത് പറയുന്നു? ഇപ്പോൾ മധ്യപ്രദേശിലെ ഇൻദോറിൽ ചിഹ്നം ഉണ്ടല്ലോ, നിങ്ങളുടെ കയ്യിൽ കൈപ്പത്തി ഉണ്ടല്ലോ. ഞാൻ പറയുന്ന ലളിതമായ ചോദ്യത്തിന് കോൺഗ്രസിൻ്റെ നേതാവ് ഒരു ഉത്തരം പറയണം. ഈ ചർച്ചയിൽ ബഹുമാനപ്പെട്ട അഭിലാഷിനോട് ഞാൻ അഭ്യർത്ഥിക്കുന്നത് ഉത്തരം പറയിക്കണം. നിങ്ങൾക്കൊരു സ്ഥാനാർത്ഥിക്ക് രാഷ്ട്രീയ പാർട്ടിയുടെ കൈപ്പത്തി അടയാളത്തിൽ നോമിനേഷൻ കൊടുക്കണമെങ്കിൽ ഒരാൾ പിന്തുണച്ചാൽ മതി, 10 പേര് പിന്തുണയ്ക്കണ്ട. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ജില്ലാ അധ്യക്ഷൻ പിന്തുണച്ചാൽ ആ ജില്ലാ അധ്യക്ഷൻ പിന്തുണയ്ക്കുന്ന നോമിനേഷൻ സ്വീകരിക്കപ്പെടും. ഇതാണ് എൻ്റെ വാദം. അപ്പോൾ ഒരു ഔദ്യോഗിക സ്ഥാനാർത്ഥി, രാഷ്ട്രീയ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് 10 പേരുടെ പിന്തുണ വേണ്ട, 10 പേരുടെ പിന്തുണ സ്വതന്ത്രന് മതി. അപ്പോൾ ഇൻദോറിലും അതുപോലെ തന്നെ അപ്പുറത്ത് സൂറത്തിലും 10 പേരുടെ പിന്തുണ കൊടുക്കേണ്ട ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി എന്തുകൊണ്ട് നോമിനേഷൻ കൊടുത്തു? നിങ്ങളുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി DCC പ്രസിഡന്റ് പോലും ഒപ്പിട്ടില്ലല്ലോ. ഞാൻ കൃത്യമായിട്ട് ചോദിക്കുന്ന ചോദ്യം അതാണ്. കോട്ടയത്തൊക്കെ ഞങ്ങളെന്താ ചെയ്യുന്നത്? ഞങ്ങളുടെ പാർട്ടിയുടെ പ്രധാന നേതാക്കന്മാരാണ് ഒപ്പിട്ട് കൊടുക്കുന്നത് നോമിനേഷൻ. എല്ലായിടത്തും അങ്ങനെയുണ്ട് കേരളത്തിൽ. അപ്പോൾ എന്താ ഒപ്പിടാത്തത്? ഇവിടെയാണ് മനസ്സിലാക്കുന്നത് കോൺഗ്രസിൻ്റെ സംഘടനാ രൂപത്തിന് ചിഹ്നം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാറ്റുനില ഇല്ലല്ലോ. നിങ്ങൾക്ക് ഞാറ്റുനില ഇല്ല. ഇടതുപക്ഷ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് ഞാറ്റുനിലയാണ്. കോഴിക്കോട് സാമൂതിരി പറഞ്ഞ പോലെ ഒരു വാക്കൂടെ പറയാം. കോഴിക്കോട് സാമൂതിരി പറഞ്ഞ പോലെ കുരുമുളകിൻ്റെ വള്ളിയിൽ തിരിയിട്ട് വളരണമെങ്കിൽ ഞാറ്റുനില എന്ന ആ കാലാവസ്ഥ വേണം. അതിന് പ്രത്യയശാസ്ത്രം വേണം. ആ പ്രത്യയശാസ്ത്രം ഇല്ലാത്തത് കൊണ്ടാണ് ചിഹ്നമുണ്ടായിട്ടും കോൺഗ്രസ്സുകാർക്ക് നോമിനേഷൻ കൊടുക്കാൻ പറ്റാത്ത BJP തട്ടിക്കൊണ്ടുപോവാണ്. ഗർഭഗ്രഹത്തിൽ വെച്ച് BJPയുടെ നേതാക്കന്മാർ നിങ്ങളുടെ ഈ ഭ്രൂണഹത്യ നടത്തുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് വരുമ്പോൾ സ്ഥാനാർത്ഥികളെ റിസോർട്ടിൽ ഒളിപ്പിക്കേണ്ടി വിടുന്നു കോൺഗ്രസിന്. പ്രത്യയശാസ്ത്രം വേറെയാണ്. വലിയ സ്ഥാനമില്ല, നമുക്ക് കുറച്ചുകൂടി അനലിറ്റിക്കലായി പോകാനാണ് കുറച്ചുകൂടി നല്ലത്. കാരണം അല്ലല്ല, ഞങ്ങളുടെ പുറകെ അഭിലാഷ്, ഞങ്ങളുടെ പുറകെ ബംഗാളില് ഞങ്ങളുടെ പുറകെ നിന്ന് 8 സീറ്റിൽ ബംഗാൾ മത്സരിക്കുന്നവരാണ് ഈ വർത്താനം പറയണത് കേട്ടോ. അവിടെ ക്യാമ്പയിൻ മുഹമ്മദ് സലീമും ആദിർ രഞ്ജൻ ചൗധരി ഒരുമിച്ചാണ് റാലി നടത്തുന്നത്, രണ്ടായിട്ടല്ല. അതുകൊണ്ട് ചിഹ്നത്തിന്റെ കഥയൊന്നും പുറകെയൊന്നുമല്ല, ഒരുമിച്ചാണ് നിങ്ങൾ രണ്ടുപേരും. മുർഷിദാബാദും മാൾഡയും കോൺഗ്രസിന്റെ പഴയ ശക്തി കേന്ദ്രങ്ങളാണ് ഗനികാൻ ചൗധരിയുടെ കാലം മുതലേ. അവിടെ ഇപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുർഷിദാബാദ് മുഹമ്മദ് സലീമിനെ മത്സരിപ്പിക്കുന്നത് കോൺഗ്രസ് വലിയ മഹാമനസ്കത കാണിച്ചിട്ടല്ലേ? ജയിക്കാൻ സാധ്യതയുള്ള, ഇപ്പോഴത്തെ നിലയിൽ സാധ്യതയുള്ള ഒരു സീറ്റാണത്. ഒരുമിച്ചാണ് നിങ്ങൾ. അവിടെ 2ാം സ്ഥാനത്ത് തോന്നുന്നു. മുർഷിദാബാദിൽ കോൺഗ്രസ് ആണ്. കഴിഞ്ഞ തവണ കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ് പോരാട്ടമായിരുന്നു. ഇത്തവണ മുർഷിദാബാദ് നിങ്ങൾക്ക് തന്നില്ലേ? അപ്പോ അവിടെ പരമ്പരാഗതമായി തന്നെ മാൾഡയും മുർഷിദാബാദും കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളാണ്. അവിടെ നിങ്ങൾക്ക് സീറ്റുണ്ട്, കോൺഗ്രസിന് സീറ്റുണ്ട്, നിങ്ങൾ കോൺഗ്രസിന് വോട്ട് പിടിക്കാൻ. അതിൽ വലിയ കഥയില്ല ശ്രീ അനിൽകുമാർ. അഭിലാഷേ, അല്ലല്ല, ഞങ്ങളുടെ സീറ്റ് അങ്ങോട്ടും കൊടുത്തിട്ടുണ്ട്, അവരുടെ സീറ്റ് ഇങ്ങോട്ടും ഞങ്ങൾ കൈമാറിയിട്ടുണ്ട്. ഇതൊക്കെ രാഷ്ട്രീയത്തിലുള്ള കാര്യമല്ലേ? ശരി, അല്ല അതിൽ ജയിക്കാൻ സാധ്യതയുള്ള ഒരു സീറ്റിന്റെ പേര് ഞാൻ പറഞ്ഞതാണ്. സാധ്യത എന്ന് പറയുന്നത് കളിയാക്കുമ്പോ വിദൂരമായിട്ടാണെങ്കിലും സാധ്യത. ആയിക്കോട്ടെ, അതൊക്കെ ബംഗാളിലെ രാഷ്ട്രീയം മാറി. ശരി, ഓക്കെ, നല്ല മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്.